റേഷൻ വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിലപേശലുകൾ അംഗീകരിക്കില്ലെന്ന് മന്ത്രി ജി.ആർ. അനിൽ. പൊതുവിതരണം സർക്കാരിന്റെ ഉത്തരവാദിത്തമായതിനാൽ അത് വച്ച് വിലപേശുകയാണ് ചിലർ. വേതന വർധനവ് അടക്കമുള്ള വിഷയം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. പണിമുടക്കിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്നും റേഷൻ തടസ്സപ്പെടാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ആർക്കും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. സമരത്തിൽ നിന്ന് സ്വാഭാവികമായും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഏതൊരു ജനവിഭാഗവും അവർക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു നിലപാടെടുക്കാൻ പാടില്ല എന്നതാണ് ഗവൺമെൻറ് നിലപാട്. ആവശ്യമാണെങ്കിൽ വിതരണത്തിന് ഈ മാസത്തെ വിതരണത്തിനുള്ളിൽ വാങ്ങാൻ കഴിയാത്തവർക്ക് അടുത്ത മാസം 10-ാം തീയതി വരെ സമയം നീട്ടിക്കൊടുക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. സമരമുണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരാളിന് പോലും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കില്ല. ഈ മാസത്തെ ഭക്ഷ്യധാന്യം ഒരു കുടുംബത്തിനും നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കമലേഷ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. കമലേഷ്, റേഷൻ വ്യാപാരികളുടെ പണിമുടക്കിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ശക്തമായ നടപടിയിലേക്ക് പണിമുടക്കുമായി മുന്നോട്ട് പോയാൽ സർക്കാർ പോകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മനു, തീർച്ചയായും നേരത്തെ ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഭക്ഷ്യവകുപ്പ് പോയിരുന്നില്ല. എന്നാൽ അതായത് നാളെ തൊട്ടാണ് ഇവർ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകുന്നത്. ഇതിനു മുൻപ് തന്നെ ഇവരുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു. വേതന വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകുന്നത്. നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പും മന്ത്രിയുമെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ വേതന വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തള്ളിക്കളയുന്നില്ല. ഇത് അനുഭാവപൂർവ്വം തന്നെ സർക്കാർ പരിഗണിക്കുന്നതാണ്. പക്ഷേ നിലവിലെ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പരിഗണിക്കാനാവില്ല. പിന്നീട് അത് ചർച്ച ചെയ്യാം. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ 1-ാം തീയതിക്കുള്ള അവധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം അല്പം കഴിഞ്ഞ് ഇതിൽ ചർച്ച തുടരാമെന്നൊരു നിലപാട് തന്നെയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇവരുടെ ആവശ്യം തള്ളിക്കളയുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഒരു സമരത്തിലേക്ക് തന്നെ റേഷൻ വ്യാപാരികൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഭക്ഷ്യവകുപ്പിന് ഒരു കടുത്ത ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ മന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങളോടാണ് സർക്കാരിന് ബാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊതുവിതരണം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല. അത്തരത്തിൽ തടസ്സപ്പെടുത്തുന്ന നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റേഷൻ കടകൾക്ക് ലൈസൻസ് നൽകുന്നതും അവിടെ പോസ്റ്റ് മെഷീൻ അനുവദിക്കുന്നതും ഈ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതും എല്ലാം സർക്കാരാണ്. അതുകൊണ്ട് ഇതെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങളാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സമരത്തിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം പോസ്റ്റ് മെഷീൻ അടക്കം ഭക്ഷ്യധാന്യങ്ങളടക്കം തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ പോകും. അത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്നും ഈ വ്യാപാരികൾ പിന്മാറണമെന്ന ആവശ്യമാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. ഏതായാലും സർക്കാർ ആ രീതിയിൽ ശക്തമായ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.